റിയൽമിയുടെ പുതിയ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്, റിയൽമി C20. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. റിയൽമി C20 എന്ന് പറയുന്നത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പുതുതായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചസിൻ്റെ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 20:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയായിട്ടാണ് ഈ ഫോണും വരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾസാണ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 190 ഗ്രാം വെയിറ്റും 8.9 mm തിക്നെസ്സുമാണ് ഈ ഫോൺ വരുന്നത്. 2 കളർ വേരിയൻറ്റിലാണ് ഇതിപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്, ബ്ലൂവും ഗ്രേയും. തരക്കേടില്ലാത്ത സ്പെസിഫിക്കേഷനൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡിസൈനിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ് ഇത്. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഒരു നെഗറ്റീവായിട്ട് നോക്കാനുള്ളൂ. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് MediaTekൻ്റെ തന്നെ ഹീലിയോ G35 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രൊസസ്സർ തന്നെയാണെന്ന് നമുക്കിത് പറയാൻ കഴിയും. 2GB 32GB വേരിയൻ്റാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. LPDDR 4X റാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. എന്ന് വെച്ചാൽ 2 സിമ്മും മെമ്മറി കാർഡും നമുക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ 3.5 mmൻ്റെ ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള Realme UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോണും വരുന്നത്. ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 8 MP f2.0 അപ്പർച്ചറിലുള്ളതാണ് ക്യാമറ. സെൽഫി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 5 MP സിംഗിൾ ക്യാമറ തന്നെയാണ്. അതുപോലെ 5000 mAh നല്ലൊരു ബാറ്ററി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ നോർമൽ ചാർജറുമായിട്ടാണ് ഈ ഫോണും വരുന്നത്. മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ റിയൽമീൻ്റെ C11ൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ക്യാമറ വേറെയാണെന്ന് പറയാം. ക്യാമറയുടെ സ്പെക്ക് വേറെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. C11ൻ്റെ താഴെ വരുന്ന ഫോണായിരിക്കും ഈ C20. വിയറ്റ്നാമിലാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വില 7100 രൂപയാണ്. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില അതിലും കുറയാനാണ് ചാൻസ്. 7500 രൂപയായിരുന്നു C11 ഇന്ത്യയിലെ വില. 7000 കുറഞ്ഞ് വന്നാൽ വളരെ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും നമുക്കിത്. തരക്കേടില്ലാത്ത ഫീച്ചറൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതും. ഇന്ത്യയിലെ ഡേറ്റ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടില്ല. എന്തായാലും ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.